ഇസ്രായേലിൽ അസാധാരണമായൊരു പ്രതിഷേധം അരങ്ങേറുകയാണ്. ഇസ്രായേലിലെ തീവ്ര ഓർത്തഡോക്സ് ജൂത വിഭാഗമായ ഹരേതികളാണ് പ്രതിഷേധിക്കുന്നത്. നിർബന്ധിത സൈനിക സേവനത്തിന് നിയോഗിക്കുന്നതിനെതിരെയാണ് ഹരേതികളുടെ പ്രതിഷേധം. പ്രത്യേക ആചാരാനുഷ്ഠാനങ്ങളുള്ള വിഭാഗമാണ് ഹരേതി ജൂതന്മാർ. ഇസ്രായേൽ ജനസംഖ്യയുടെ 13% വരും ഇവർ. ഈ വിഭാഗത്തിൽപ്പെട്ട ഏകദേശം 99 ലക്ഷം പേർ നിലവിൽ സൈനിക സേവനം നടത്തുന്നില്ല. ഇവരുടെ ജീവിതം മതഗ്രന്ഥമായ തോറ പഠിക്കാനായി വിനിയോഗിക്കുകയാണ് ഹരേതികൾ ചെയ്യുന്നത്. അതാണ് ഇവരുടെ രീതി. ഇതിനെ ചോദ്യം ചെയ്യുകയാണ് നെതന്യാഹു ഭരണകൂടം. ഇതാണ് ഹരേതികളെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഹരേതി വിഭാഗത്തിലെ 1000 പുരുഷന്മാർക്ക് സൈനിക സേവനത്തിലുള്ള നിർദ്ദേശം ഞായറാഴ്ചയാണ് ലഭിച്ചത്. ഇതോടെയാണ് ഹരേതികൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. പലയിടത്തും പ്രതിഷേധക്കാരും പോലീസും ഏറ്റുമുട്ടി. തെൽ അവീവിന് സമീപമുള്ള ബെയ്നക് ബ്രാക്കിൽ പ്രതിഷേധക്കാർ പ്രധാന ഹൈവേ ഉപരോധിച്ചു. സൈന്യത്തിൽ ചേരാനുള്ള ഉത്തരവ് റദ്ദാക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഈ ഉത്തരവ് തോറയെയും ജൂതമതത്തെയും നശിപ്പിക്കുമെന്നാണ് ഹരേതികൾ ആരോപിക്കുന്നത്. ഇതിനെ ശക്തമായി എതിർക്കുമെന്നും അവർ വ്യക്തമാക്കുന്നു. നെതന്യാഹുവുമായി അഭിപ്രായ ഭിന്നത ഉണ്ടായതിനെ തുടർന്ന് പുറത്താക്കിയ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റാണ് സൈനിക സേവനത്തിന് നിർബന്ധിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയത്. 7000 ഹരേതി ജൂതന്മാർക്കാണ് സൈനിക സേവനത്തിനുള്ള ഉത്തരവ് നൽകിയിട്ടുള്ളത്. ഇതിൽ 1000 പേർക്ക് കഴിഞ്ഞ ദിവസം സൈന്യത്തിൽ ചേരാൻ നിർദ്ദേശം നൽകിയിരുന്നു. പുതുതായി ചുമതലയേറ്റ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇത് റദ്ദാക്കിയിട്ടില്ല. സൈനിക സേവനം നിരസിക്കുന്നവരുടെ പാസ്പോർട്ടും ധനസഹായവും റദ്ദാക്കണമെന്ന് പ്രതിപക്ഷ നേതാവും ആവശ്യപ്പെട്ടിരുന്നു. ഇതും ഈ വിഭാഗത്തെ പ്രകോപിപ്പിച്ചു. കഴിഞ്ഞ ജൂണിലാണ് ഹരേതി ജൂതന്മാരെയും നിർബന്ധിത സൈനിക സേവനത്തിൽ ഉൾപ്പെടുത്തണമെന്ന വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ആ ഘട്ടത്തിൽ തന്നെ വലിയ പ്രതിഷേധം രാജ്യത്ത് ഉയർന്നിരുന്നു. അതിഗുരുതരമായ പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ് ഇസ്രായേൽ. ഇപ്പോൾ ലെബനനിൽ കൂടി കരയാക്രമണം നടത്തുന്നതിനാൽ ഇസ്രായേലി സൈന്യത്തിൽ വലിയ ആൾക്ഷാമവുമുണ്ട്. കൂടാതെ നിരവധി സൈനികർ പരിക്കേറ്റ് ചികിത്സയിലുമാണ്. ഇതാണ് സൈന്യത്തിലേക്ക് ഹരേതികളെ റിക്രൂട്ട് ചെയ്യാൻ കാരണം. 18 വയസ്സിന് മുകളിലുള്ള എല്ലാവരും സൈനിക സേവനം നടത്തണമെന്നാണ് ഇസ്രായേലിലെ നിയമം. പുരുഷന്മാർക്ക് 32 മാസവും സ്ത്രീകൾക്ക് 24 മാസവുമാണ് നിർബന്ധിത സൈനിക സേവനം. എന്നാൽ ഇതിൽ നിന്ന് ഹരേതികളെ ഒഴിവാക്കിയത് ഇസ്രായേൽ പതിറ്റാണ്ടുകളായി തുടരുന്ന തർക്ക വിഷയമാണ്. ഗസ യുദ്ധത്തോടെ ഈ തർക്കം അതിരൂക്ഷമായി. 21% വരുന്ന അറബ് ന്യൂനപക്ഷവും സൈനിക സേവനത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഹരേതി വിഭാഗക്കാരെ നിർബന്ധിത സൈനിക സേവനത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഹരേതി മതപുരോഹിതൻ ആവശ്യപ്പെട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൈനിക സേവനത്തിൽ നിന്ന് ഹരേതികളെ ഒഴിവാക്കണം. നിലവിൽ പഠനം നിർത്തിയവരെയും സൈന്യത്തിലേക്ക് അയക്കരുത്. നിർബന്ധിത സൈനിക സേവനം നടപ്പാക്കിയാൽ ഇസ്രായേലിൽ നിന്ന് കൂട്ടത്തോടെ തങ്ങൾ രാജ്യം വിടും. തങ്ങൾ സ്വന്തമായി ടിക്കറ്റ് എടുക്കും. ഞങ്ങളെ രാജ്യസേവനത്തിൽ നിർബന്ധിക്കാനാവില്ല. സർക്കാരും ഇതിന് കൂട്ടുനിൽക്കുകയാണെന്നും മതപുരോഹിതൻ തുറന്നടിച്ചിരുന്നു.